വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ കരഞ്ഞ് സങ്കടം പറയുന്ന പ്രീതിയെ ഒരുപോലെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമയും അർജുനുമൊക്കെ. അന്നേരം പ്രീതി പറയുന്നുണ്ട്, ഈ പ്രീതിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അർജുനേട്ട. ഒരു ഭാര്യയെ ഭർത്താവ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് കുഞ്ഞിനെയല്ലേ. ഇതിപ്പോൾ 2ാം തവണയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞ് ആകെ അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ് പ്രീതി. അന്നേരം അർജുൻ പ്രീതിയെ കൈപിടിച്ചൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് സുസ്മിത ഇനിയിപ്പോൾ ശാലിനിയുടെ നേരെ കുറ്റം ആരോപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിപ്പോൾ ഫുഡ് പോയിസൺ അല്ലേ, പ്രീതിയുടെ കുറ്റം കണ്ടല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത്. നമ്മളെല്ലാവരും ഒരേപോലത്തെ ഭക്ഷണമല്ലേ കഴിച്ചത്, പ്രീതിയും രാവിലെ മുതൽ വീട്ടിലുണ്ടല്ലോ എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം കേക്കാണോ എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം മണ്ടത്തരം പറയാതെ ആൻറ്റി, എങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഓരോ ബെഡിൽ കിടക്കേണ്ടതല്ലേ. നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഫുഡ് പ്രീതി കഴിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് ഒന്ന് ആലോചിച്ചെന്ന്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, പായസമോ, അത് ഞാനല്ലേ ഉണ്ടാക്കിയതെന്ന്. ഇനി സേമിയ പഴകിയതോ മറ്റോ ആയിരുന്നോ എന്നും പറഞ്ഞ് സത്യഭാമ വേവലാതിപ്പെടുകയാണ്. അന്നേരം സേമിയ പഴകിയതായിരുന്നാലും ഒരു ഛർദിലോ തലയിറക്കമോ അല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ഗർഭം ഇളക്കാൻ വേണ്ടി ഉണ്ടാകണമെങ്കിൽ അത് കൊടും വിഷമായിരിക്കണം ചേർത്തിരിക്കുന്നത് എന്ന് സുസ്മിത തറപ്പിച്ചു പറയുകയാണ്. അത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, സുസ്മിത നീ എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത്? അമ്മ പ്രീതിയുടെ ഗർഭം ഇളക്കാനായിട്ട് പായസത്തിൽ വിഷം ചേർത്തെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, അയ്യോ ആൻറ്റി ഭക്ഷണത്തിൽ വിഷം ചേർത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. പിന്നെന്താടി, വിഷം ആകാശത്തുനിന്ന് പൊട്ടി വീണോ, അതോ നീ പായസത്തിൽ വിഷം ചേർത്തോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അയ്യോ, നമ്മളാരും ആ ഏരിയയിലോട്ട് പോയില്ല. പക്ഷേ ഒരു സെലിബ്രേഷൻ നടക്കുന്നത് കൊണ്ട് ആൻറ്റിക്ക് എല്ലാ സമയവും ആ പായസം ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒരാൾ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ എന്താണെന്ന് അപ്പോൾ ചോദിച്ചപ്പോൾ പഞ്ചസാര ഇടുകയാണെന്നാണ് പറഞ്ഞത്. അതിലിപ്പോൾ ഇനി എന്തു പഞ്ചസാരയാണ് ഇട്ടതെന്ന് ആർക്കറിയാം എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം പെട്ടെന്ന് സത്യഭാമ ശാലിനി അവിടെ നിന്ന് പഞ്ചസാര ഇട്ടതും എന്നിട്ട് ശാലിനി എന്ന് ഉറക്കെ പറയുകയാണ്. അന്നേരം അത് കേട്ട് ഒരുപോലെ അന്തം വിടുകയാണ് വിഷ്ണുവും പിന്നെ പ്രീതിയും അർജുനുമൊക്കെ. തുടർന്ന് ആകെ ദേഷ്യപ്പെട്ട് വിഷ്ണു അങ്ങ് കലി തുള്ളുകയാണ് സുസ്മിതയ്ക്ക് നേരെ. ഇനി നീ ഒരക്ഷരം മിണ്ടാനായിട്ട് നിന്റെ നാവ് പൊങ്ങിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിഷ്ണു പറയുകയാണ്. അന്നേരം ഇറങ്ങി പോടിയെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ ആ കലിതുള്ളരും ഭാവവും ഒക്കെ കണ്ട് വിഷ്ണു ഒന്ന് അടങ്ങ് നിർത്തുന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അമ്മയൊന്നും പറയണ്ട, ഇവളോട് ഇറങ്ങി പോവാനാണ് പറഞ്ഞത്, പോടിയെന്ന് ദേഷ്യത്തോടെ വീണ്ടും വിഷ്ണു പറയുകയാണ്. അന്നേരം ആകെ കലിതുള്ളി സുസ്മിത ഹോസ്പിറ്റൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയവും കരയുന്ന പ്രീതിയെ ആശ്വസിപ്പിക്കാനായിട്ട് ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് അർജുൻ. തുടർന്ന് കാണിക്കുന്നത് കാറിൽ പോവുകയാണ് ചിത്രയും വസുമതിയും കൂടി. അന്നേരം ചിത്ര ജനിക്കാൻ പോണ കുഞ്ഞിന് ഓരോരോ പേരൊക്കെ നിർദ്ദേശിക്കുകയാണ്. അന്നേരം പറയുന്നതൊന്നും വസുമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ചിത്ര ചോദിക്കുന്നുണ്ട്, ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന് അമ്മയ്ക്ക് എന്താ എത്ര ഉറപ്പെന്ന്. അന്നേരം ആ കുട്ടിയിലൂടെയാണ് സമ്പൽ സമൃദ്ധി വരാൻ പോകുന്നതെന്ന് ജ്യോത്സ്യർ പ്രവചിച്ചു, അതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഔട്ടായല്ലേ എന്ന് ചിത്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലടി, അതിൻ്റെ ഗുണം നിനക്ക് കൂടിയല്ലേ എന്ന് ചിത്രയോട് വസുമതി പറയുകയാണ്. ഈ സമയത്താണ് സുസ്മിത വസുമതിയെ ഫോൺ ചെയ്യുന്നത്. എന്തേലും കുത്തിത്തിരിപ്പിനായിരിക്കും സുസ്മിത വിളിക്കുന്നത് എന്നും പറഞ്ഞ് ആദ്യം വസുമതി ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും കാര്യം കാണും, പ്രീതിയും അവിടെയല്ലേ എന്ന് പറഞ്ഞ് ചിത്ര ഫോൺ എടുക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് 2ാമതും ഫോൺ വിളിക്കുമ്പോൾ വസുമതി ഫോൺ എടുക്കുകയാണ്. വസുമതി എൻ്റെ എന്താ ബിസിയാണോ ചോദിക്കുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, നിന്നെപ്പോലെ അവിടെ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുകയല്ലേ എന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം 1 കോടി കിട്ടാൻ പോകുന്നതിൻ്റെ കണ്ണ് മഞ്ഞളിപ്പല്ലേ, പിന്നെ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. കുഞ്ഞിനെ താലോലിക്കാനായി തൊട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തോട്ടിലേക്ക് എറിഞ്ഞേരാ, പ്രീതിക്ക് അബോർഷനായി എന്ന് സുസ്മിത പറയുന്നു. അത് കേട്ട് ആകെ അങ്ങ് ഞെട്ടുകയാണ് വസുമതി. നീ എന്താ പറഞ്ഞതെന്നും പറഞ്ഞ് വസുമതി അങ്ങ് ചാടിക്കടിക്കുകയാണ്. അന്നേരം ഞാൻ സത്യമാണ് പറഞ്ഞത്, ഭാമ ആൻറ്റി ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ വയറുവേദന വന്നു, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയുണ്ടോ അവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻറ്റിയും ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് സുസ്മിത പറയുന്നുണ്ട്. എങ്കിൽ നീ ഫോൺ വെച്ചേരെ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് വസുമതി. ഫോൺ വെച്ചിട്ട് സുസ്മിത സ്വയം പറയുന്നുണ്ട്, സോറി ഭാമ ആൻറ്റി, ഈ കുറ്റം നിങ്ങളുടെ തലയിലിരിക്കട്ടെ, എങ്കിലേ നിങ്ങൾക്ക് ശാലിനിയോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. സമയം വരുമ്പോൾ അത് ഞാൻ ശാലിനിയുടെ തലയിലേക്ക് വച്ചുകൊള്ളാമെന്ന്.
തുടർന്ന് ഹോസ്പിറ്റൽ മുറിയിലേക്ക് ഡോക്ടറും വന്ന് പ്രീതിയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രീതിയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ 2 തവണയും അബോർഷനായത്. ആദ്യത്തെ തവണ ആഘാതം കൊണ്ടും 2ാമത്തെ തവണ വിഷാംശം. എന്നാലും ഹെൽത്ത് കണ്ടീഷന് ഒരു കുഴപ്പവുമില്ല. പ്രീതിയുടെ ഗർഭപാത്രത്തിനും ഒരു കുഴപ്പവുമില്ല. ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി. ഇതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. ഞാൻ കുറച്ച് ടാബ്ലറ്റൊക്കെ എഴുതി തരാം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കല്ലേ, ജോലിയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നുകൾ ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുകയാണ് ഡോക്ടർ. തുടർന്ന് ആ ഡോക്ടർ എഴുതി കൊടുത്ത തുണ്ട് സത്യഭാമയങ്ങ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അർജുനേട്ടാന്ന് വിളിക്കുന്നുണ്ട് പ്രീതി. അന്നേരം അർജുൻ അതങ്ങ് വാങ്ങിക്കുകയാണ്. അന്നേരം വിഷ്ണുവും സത്യഭാമയും ഒരുപോലെ പ്രീതിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം പുറത്ത് വസുമതി വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സുസ്മിത. ഒന്ന് പെട്ടെന്ന് വാ വസുമതി ആൻറ്റി, ഇനിയല്ലേ കഥയിലെ ടെസ്റ്റ് എന്നും പറഞ്ഞ് വസുമതിയെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാരദാമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. ഭക്ഷണം വിളമ്പുന്നതും ക്യാഷ് വാങ്ങുന്നതും എല്ലാം ശാരദാമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ക്യാഷ് വാങ്ങുമ്പോഴത്തേക്ക് ഓരോരുത്തർ വെള്ളത്തിന് വിളിക്കുന്നുണ്ട്, കറിക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓടി നടന്ന് ശാരദാമ്മ ജോലി ചെയ്യുകയാണ്. ഈ സമയത്താണ് കുറുപ്പ് സാറ് വരുന്നത്. അന്നേരം ശാരദാമ്മ ക്യാഷ് പോയി വാങ്ങിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ക്യാഷ് കൗണ്ടറിലേക്ക് പോകുമ്പോൾ ആരും വെപ്രാളപ്പെടേണ്ട, എല്ലാവർക്കും വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാറും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കറികൾ വിളമ്പാനായിട്ടൊക്കെ എടുക്കും. അന്നേരം അയ്യോ വേണ്ട സാർ, ഞാൻ ചെയ്തോളാം എന്ന് കുറുപ്പ് സാറിനോട് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ശാന്ത ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാന്തയുടെ കുഞ്ഞിന് സുഖമില്ലാതെ അങ്ങ് പോയി. ഇനി ഈ ജന്മത്തിൽ ശാരദയ്ക്ക് വിശ്രമമില്ല, ജോലിയൊക്കെ ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് വീണ്ടും എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുകയാണ് ശാരദാമ്മ. ഇതേസമയം ശാരദാമ്മയ്ക്ക് പെട്ടെന്നൊരു ഛർദിൽ വരികയാണ്. അന്നേരം പുറത്തേക്ക് പോയി ശാരദാമ്മ ഛർദ്ദിക്കുകയാണ്. അന്നേരം ശ്യാമ വഴക്ക് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, വിശ്രമം വേണമെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ശ്യാമ സങ്കടപ്പെട്ട് പറയുകയാണ്. അന്നേരം കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വായൊക്കെ കഴുകിയ ശേഷം ശാരദാമ്മ വീണ്ടും അകത്തേക്ക് വരുന്നുണ്ട്. ഇതേസമയം കുറുപ്പ് സാറ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. തുടർന്ന് കുറുപ്പ് സാറിനോടും ശ്യാമ തൻ്റെ സങ്കടം പറയുകയാണ്. അമ്മയോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞ കേൾക്കില്ല, ഒരു സഹായത്തിന് ചേച്ചിയെ കിട്ടുമോ എന്നറിയാനാണ് ഞാൻ ഇപ്പോൾ ശാരി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വന്നത് എന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം ശ്യാമയെ വഴക്ക് പറയുകയാണ്. നീ എന്തിനാടി അവളെ വിളിക്കാനായിട്ട് പോയത്, അവൾക്കും ഒരു കുടുംബം പുലർത്തേണ്ടതല്ലേ എന്ന്. അന്നേരം ശ്യാമയുടെ മുഖഭാവം കണ്ടിട്ട് കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും വിട്ടില്ല അല്ലേ? ഇപ്പോൾ ശാരിക വന്നാലൊന്നും ഇവിടുത്തെ പ്രശ്നം തീരില്ല. ഇവിടെ വരേണ്ടത് വേറൊരാളാണ്, കുറച്ച് ഭാരം വഹിക്കേണ്ട, കുറച്ചുകൂടി മനക്കരുത്തുള്ള ഒരാളെന്ന്. അത് കേട്ട് ശ്യാമയും ശാരദാമ്മയും ഒന്ന് ഒരുപോലെ നോക്കി നിൽക്കുന്നുണ്ട്. ആരുടെ കാര്യമാണ് കുറുപ്പ് സാറ് പറയുന്നതെന്ന്. അത്രയും ആകുമ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.